ഓക്കെ, അപ്പോൾ നമുക്കിനി 11th പാറ്റേൺ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് 1 2 3 4 5, അടുത്തതിൽ 4 വരെ മതി. അതായത് 1 2 3 4, പിന്നെ 1 2 3 1 2 1 ഇങ്ങനെ മാത്രം മതി നമുക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഇവിടെ i = 5 to i = 1 ആണ് കൊടുത്തേക്കണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് 1 to 5 കൊടുത്താൽ മതി? അല്ല, നമ്മൾ 5 to 1 കൊടുത്താലും 1 to 5 കൊടുത്താലും എന്തായാലും ലൂപ്പ് 5 ടൈംസേ പോവുള്ളൂ. അതായത് 5 to 1 ആണെങ്കിലും 1 to 5 ആണെങ്കിലും ലൂപ്പ് എന്തായാലും 5 ടൈംസേ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ എന്താണ്, റോസിൻ്റെ നമ്പർ എപ്പോഴും 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് i = 5 മുതൽ 1 വരെയോ അല്ലെങ്കിൽ 1 മുതൽ 5 വരെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇവിടെ എന്തിനാണ് i = 5 തൊട്ട് i > 1 ഇതെന്തിനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് കേട്ടോ j <= i. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് i = 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ j = 1 ഉണ്ട്, j <= 5. ഓക്കെ, അപ്പോൾ j പ്രിൻ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് 5 ടൈം, അതായത് 5 ടൈംസ് ആകണ വരെ j പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 1 2 3 4 5. ഓക്കെ, അപ്പോൾ 1 2 3 4 5 വരെ j പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അത് കഴിയുമ്പോൾ എന്താണ് i മൈനസ് ആവും. അപ്പോൾ i എന്ന് പറഞ്ഞാൽ എന്തായി 4i. ഓക്കെ, 4 ആകുമ്പോൾ എന്താണ് j <= 4i. അപ്പോൾ എന്താണ് ലൂപ്പ് 4 ടൈംസേ പ്രിൻ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് 1 2 3 4 കണ്ട ഇവിടെ 1 2 3 4, അടുത്തതിൽ എന്തായി i 3i. അപ്പോൾ 1 2 3 വരെ പ്രിൻ്റ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ എന്താണ് i = 5 i <= 1 യൂസ് ചെയ്തു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വർക്കിംഗ് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് ഇൻറ്റ് i = 5 i <= 1 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ ജയിലോട്ട് വരും. ഓക്കെ, ഇവിടെ j = 1 ആണ്, j <= i. j എന്താണ്, i എന്താണ് 5 ആണ്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും 1 പ്രിൻ്റ് ചെയ്യും. അടുത്തതിൽ എന്താണ് j++ പോകും. ഓക്കെ, അപ്പോൾ എന്തായി j എന്തായി 2i. 2 കണ്ടീഷൻ നോക്കും, 2 <= 5 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്താണ് j പ്രിൻ്റ് ചെയ്യും. അടുത്ത അങ്ങനെ എന്തായി 3i. j 3i ആകുമ്പോൾ എന്താണ് കണ്ടീഷൻ നോക്കും, 3 <= 5 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ 3 പ്രിൻ്റ് ചെയ്യും. അങ്ങനെ എത്ര പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും, 5 ആവണ വരെയും പ്രിൻ്റ് ചെയ്യും. 4 5. ഓക്കെ, അടുത്തതിൽ എന്താ കണ്ടീഷൻ തെറ്റി. 6 ആകുമ്പോൾ എന്തായി കണ്ടീഷൻ തെറ്റി. അപ്പോൾ എന്താവും പ്രിൻ്റലിലോട്ട് വരും. അപ്പോൾ എന്തായി കേഴ്സർ ഇവിടെ നിന്ന് ഇവിടെ എത്തി. ഓക്കെ, അതിനാണ് പ്രിൻ്റലിനെ യൂസ് ചെയ്യണത്. ഓക്കെ, അവിടെ നിന്ന് എന്തായി നേരെ i - പോകും. ഓക്കെ, i - ആകുമ്പോൾ എന്തായി 5 ആയിരുന്നു i എന്തായി ഇപ്പോൾ 4i. അപ്പോൾ 4 > 1 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ ജയിലോട്ട് വരും, j = 1, j <= i എന്താണ് ഇപ്പോൾ 4 ആണ്. ഓക്കെ, അപ്പോൾ j <= 4 കണ്ടീഷൻ കറക്റ്റാണ്, j പ്രിൻ്റ് ചെയ്യും. j എന്താണ് 1, j = 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ എവിടം വരെ പ്രിൻ്റ് ചെയ്യും, 4 ആവണ വരെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, 2 3 4. അടുത്തതിൽ എന്താണ്, അടുത്ത 4 ആകുമ്പോൾ എന്തായി കണ്ടീഷൻ തെറ്റി. ഓക്കെ, അപ്പോൾ എന്താകും പ്രിൻ്റലിലോട്ട് പോകും. അപ്പോൾ എന്തായി കേഴ്സർ ഇവിടെ എത്തി. ഇവിടെ നേരെ എന്താ i - ആകുമ്പോൾ 3i. ഓക്കെ, 3 > 1 കണ്ടീഷൻ കറക്റ്റാണ്, ജയിലോട്ട് വരും, j = 1, j <= i എന്താണ് ഇപ്പോൾ 3 ആണ്. അപ്പോൾ എന്താണ് കണ്ടീഷൻ കറക്റ്റാണ്. സിസ്റ്റത്തിലോട്ടോ പ്രിൻറ്റിലോട്ട് പോകുമ്പോൾ j പ്രിൻ്റ് ചെയ്യും. j ഇപ്പോൾ എന്താണ് 1 ആണ്. അങ്ങനെ എത്ര വട്ടം പ്രിൻ്റ് ചെയ്യും, 3 ആവണ വരെ പ്രിൻ്റ് ചെയ്യും. അടുത്തതിൽ വീണ്ടും പ്രിൻ്റലിലോട്ട് പോകും, പിന്നെ i - പോകും. അപ്പോൾ എന്തായി കണ്ടീഷനൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് j <= 2 കണ്ടീഷൻ കറക്റ്റാണ്, j പ്രിൻ്റ് ചെയ്യും. അടുത്ത 2 വരെയും പ്രിൻ്റ് ചെയ്യും. അടുത്തതിൽ എന്തായി i - ആയി 5i. വീണ്ടും കണ്ടീഷൻ നോക്കും, കണ്ടീഷൻ കറക്റ്റാണ്, എന്താണ് 1 പ്രിൻ്റ് ചെയ്യും. അടുത്തതിൽ എന്തായി i - എന്ന് പറയുമ്പോൾ എന്തായി 6i. 1 കഴിഞ്ഞ് 0i. 0 കണ്ടീഷൻ എന്താണ് > 1 അല്ല, കണ്ടീഷൻ തെറ്റി. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ കോഡ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ.